ഗൈസ് ഇതാണ് M10 അല്ല ഷോർട്ട് ഗൺ. സോ ഗൈസ് ഈ ഒരു ഗൺ വെച്ച് വൺ ടാപ്പ് അടിക്കാന്ന് പറഞ്ഞ ഗൈസ് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. നിങ്ങൾ ഇതിനു വേണ്ടി ഞാനിവിടെ പറയാൻ പോണ 4 ട്രിക്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. ബ്രോ അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്റ്റാറിൻ്റെ ഒക്കെ വൺ ടാപ്പ് അടിക്കാൻ പറ്റൂ? പിന്നെന്താ ബ്രോ, ആദ്യം നിങ്ങൾ എൻ്റെ കളി കണ്ടിട്ട് വാ. സോ ഗൈസ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗൈസ് സിറ്റ് ആൻഡ് ഡ്രാഗ് ആണ് ഗൈസ്. ഇതൊന്നുമില്ല ഗൈസ്, ജസ്റ്റ് ഇരിക്കുക, മേലോട്ട് ഡ്രാഗ് ചെയ്യുക, ഇരിക്കുക, ഡ്രാഗ് ചെയ്യുക, ഇരിക്കുക, ഡ്രാഗ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇരുന്നിരിപ്പിൽ തന്നെ ഇരുന്ന് ഡ്രാഗ് ചെയ്യരുത്. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും എനിമി നോക്കിക്കോളും ഗൈസ്. ഇരുന്നിരിപ്പിൽ തന്നെ ഡ്രാഗ് ചെയ്തിരിക്കുക. അങ്ങനെ ഇരുന്നിരിപ്പിൽ തന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഇതായിരിക്കും അവസ്ഥ നിങ്ങളുടെ, പറയണ്ടല്ലോ. സോ ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്താണ് ഗൈസ് റിലോഡ് സ്പീഡ്. ഇതെന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മളിപ്പോൾ ഒരു എനിമീനെ അടിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ റീലോഡ് ചെയ്യുക ഗണ്ണ്. അപ്പോൾ ആദ്യത്തെ അടി കൊണ്ടില്ലെങ്കിലും റീലോഡ് ചെയ്യണ കാരണം നിങ്ങൾക്ക് അടുത്ത അടി കൊള്ളാനുള്ള ചാൻസ്, അടുത്ത വൺ ടാപ്പ് കിട്ടാനുള്ള അടുത്ത വൺ ടാപ്പ് എനിമിയുടെ ഇത് കൊള്ളിക്കാനുള്ള ചാൻസ് 60% കൂടും ഗൈസ്. ഓക്കെ. സോ ഗൈസ് അടുത്താണ് സ്വിച്ച് ഗൺ. ഇതിപ്പോൾ നമ്മൾ സിംഗിൾ M10 വെച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. ഇപ്പോൾ അടിച്ചിട്ട് അപ്പം തന്നെ 50 സ്വിച്ച്. ഇപ്പോൾ ഞാൻ സിംഗിൾ M10 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡബിൾ M10 ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ M10 സ്വിച്ച് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഗണ്ണുള്ള കാരണം ഞാൻ അടിച്ചപ്പോൾ തന്നെ 50ക്ക് ഞാൻ സ്വിച്ച് ചെയ്തു ഗൈസ്. അത്രയുള്ളൂ ഗൈസ്, സിമ്പിളാണ്. അടിച്ചപ്പോൾ തന്നെ സ്വിച്ച് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഗൈസ്. ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു വട്ടം നിങ്ങൾക്ക് വൺ ടാപ്പ് കിട്ടിയില്ലെങ്കിലും അടുത്ത വട്ടം കയറാനുള്ള ചാൻസ് 90% കൂടും ഗൈസ്. ഓക്കെ. സോ ഈ ട്രിക്ക് നിങ്ങളെല്ലാവരും മാക്സിമം കളിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി ഞാൻ സ്ലോ മോഷനിൽ കാട്ടിത്തരാം. ഓക്കെ, വൺ ടാപ്പ് അടിച്ചു, ഒരു 50ക്ക് സ്വിച്ച് ചെയ്തു. ഓക്കെ, പിന്നെ മൂവ്മെൻറ്റ് സ്പീഡൊക്കെ ഇട്ട് കളിക്കുക നിങ്ങൾ 50ക്ക് സ്വിച്ച് ചെയ്യാനോടൊപ്പം. സോ ഗൈസ് അടുത്താണ് ഗൈസ് ഡ്രാഗ് സ്റ്റൈൽ. ഡ്രാഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗൈസ് കുറേ ഇതുണ്ട്. സോ എല്ലാവർക്കും ഡ്രാഗ് സ്റ്റൈലാണ് ഗൈസ് ഡൗട്ട് ഉണ്ട്. എയിമ് റെഡ് കളറിൽ വെച്ചടിക്കണോ അതോ വൈറ്റ് കളറിൽ വെച്ചടിക്കണോ? അതെ ബ്രോ, നിങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ റെഡ് ടൈം വെച്ച് അടിക്കാൻ ശ്രമിക്കുക. ദൂരെ നിൽക്കുമ്പോൾ വൈറ്റ് ടൈം വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടി ചിലപ്പോൾ മാനത്തിക്കുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഗൈസ് നിങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ മിഡ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ റെഡ് ടൈമിൽ വെച്ച് മാക്സിമം അടിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ എടുത്താണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ടൈം വെച്ച് അടിക്കാവുന്നതാണ്. സോ ഗൈസ് അടുത്തത് ഡ്രാഗ് സ്റ്റൈലാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ എനിമിയുടെ ഡയറക്ഷൻ നോക്കി ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ എനിമി ആ റൈറ്റിക്ക് ഇപ്പോൾ ഞാൻ സെറ്റ് വിളിച്ച റൈറ്റിൽ കൂടെ വൺ ടാപ്പ് അടിച്ചു. ഇപ്പോൾ എനിമി നേരെയാണ്. ഇപ്പോൾ എനിമി നേരെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ ഒരു നേരെ വരുന്നുണ്ട്. ഇപ്പോൾ എനിമി നേരെയാണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ഡ്രാഗ് ചെയ്തു ഗൈസ്. നേരെ ആണെങ്കിൽ നേരെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, നേരെ വന്നു, നേരെ ഡ്രാഗ് ചെയ്തു, വൺ ടാപ്പ് അടിച്ചിട്ടു. ഇത്രയുള്ളൂ ഗൈസ് പരിപാടി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക റൈറ്റിക്ക് വരുന്നു, റൈറ്റിക്ക് വരുമ്പോൾ റൈറ്റിക്ക് ഡ്രാഗ് ചെയ്താൽ വൺ ടാപ്പ് കയറി. ഇത്രയുള്ളൂ ഗൈസ് പരിപാടി. ഒരു വിഷയമില്ല, സിമ്പിളാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ 2 ദിവസം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വൺ ടാപ്പ് പ്ലെയറായി മാറാൻ പറ്റും ഗൈസ്. ഈ നാട്ടിലേക്ക് ഷോർട്ട് ഗൺ വെച്ച് നിങ്ങൾക്ക് അടിപൊളിയിട്ട് വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഡ്രാഗ് സ്റ്റൈൽ അതുപോലെ തന്നെ സിറ്റപ്പ് ഡ്രാഗും റീലോഡ് സ്പീഡും സ്വിച്ച് ടു ഫിസ്റ്റും ഒക്കെ ചെയ്യുക. സോ ഗൈസ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ് ചെയ്ത് വയ്ക്കുക, എന്നാലേ ഇനി ഇതുപോലത്തെ ട്രിക്കൊക്കെ കിട്ടുള്ളൂ. സോ മറക്കാതെ സബ് ചെയ്യുക. സോ ഗൈസ് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണില്ല, കുറച്ച് നേരം പറയാനുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.